പങ്കു വിഷമിക്കണ്ട. നാത്തൂന്റെ ഈ പിണക്കൊക്കെ കുറച്ചു കാലത്തേക്കാ. അത് കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ വരുമെന്നേ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ വാശിക്കൊക്കെ പെട്ടെന്ന് അങ്ങടെ ആശ്രമത്തിന് തറവാടൊക്കെ കൊടുത്താൽ നമ്മളൊക്കെ പെട്ടുപോകും. അങ്ങനെ തറവാട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അറിയാം. എന്തായാലും നാഗർകോവിൽ വരെ പോയി കുഞ്ഞേച്ചിയെ പറ്റി അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളൊന്നും സാറാമ്മ ഇവിടെ പറയാതിരുന്നത് നന്നായി. അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞേച്ചിക്ക് വലിയ വിഷമായി പോയനെ. അതെനിക്ക് അറിയാവല്ലോ പങ്കു. ബേസിക്കലി എല്ലാ മനുഷ്യരും പാവങ്ങളാ പങ്കു. അവരുടെ സാഹചര്യങ്ങളാണ് അവരെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത്. കുഞ്ഞേച്ചിക്ക് ഇനി കുറച്ചു കാലത്ത് ശിക്ഷയും കൂടി ഉള്ളൂ. ശിക്ഷക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ കുഞ്ഞേച്ചിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. പാവം. അതെ, കുഞ്ഞേച്ചിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. മനോഹരേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെയാണെങ്കിലേ മനോഹരേട്ടൻ വേറെ ജോലി നോക്കിക്കോ. വേറൊരു പണി നിനക്ക് അറിയില്ല മുതലാളി. അറിയില്ലെങ്കിലേ വീട്ടിലിരുന്നോ, അതാ നല്ലേ. വീട്ടിലിരുന്ന് ആര് ശമ്പളം തരില്ല, അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അവരെന്തുകൊണ്ട് നമുക്ക് പൈസ തരാഞ്ഞേ? നമ്മുടെ സർവീസ് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ? അവര് പറയുന്നു സത്യമല്ല. സത്യമാണെങ്കിലും അല്ലെങ്കിലും പൈസ കിട്ടുന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ മുതലാളി. ഇനി എന്തോതാ പറയാനല്ലേ? നമുക്കൊരു 5 ഗുണ്ടകളെ ഇറക്കാം. ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ? ഉള്ള കണക്ഷനോടെ കളയാനാണോ ഉദ്ദേശം? എനിക്ക് വേറെ ഒന്നും പറ്റൂല മുതലാളി. അതന്നെ ഞാൻ പറഞ്ഞു, പോയി വീട്ടിലിരുന്നോന്ന്. വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്റെ മുതലാളി പോലും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞറിയോ? എന്റെ അമ്പിളി മുതലാളി, ഇത് സ്വന്തം. എന്നിട്ട് ഇപ്പൊ അമ്പിളി മുതലാളി എവിടെ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഗൾഫിൽ പോയിരുന്ന വെയിൽ കൊള്ളുന്നേ? വെയിലല്ല, അവിടെ AC. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ കൺമുമ്പിന്ന് പൊക്ക വരേക്ക്. ഞാൻ പോവൂല. എന്താ ഷൈന മുതലാളി, എന്ത് പറ്റി? ചേച്ചി, അല്ലെങ്കിൽ തന്നെ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. മനോഹരോ, എന്തുവാടാ ഇവിടെ പ്രശ്നം? ഒന്നും പ്രശ്നമില്ല, വെറുതെ ചീത്ത പറയുന്നുണ്ടോ? പാവടി, എന്തിനാണ് അതിനെ വെറുതെ ചീത്ത പറയുന്നേ? ഒരു പ്രശ്നം ഇല്ലാന്നോ? അച്ഛൻ കേക്കണം. ഇന്ന് മീനാക്ഷി ബുക്കിൽ 5 വീട്ടില് കേബിളിന്റെ പൈസ പിരിക്കാൻ പോയി. ആ 5 വീട്ടിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഞങ്ങളുടെ സർവീസ് ശരിയില്ലാന്ന്. നിനക്ക് പിന്നെ എന്തുവാടാ ഇവിടെ പണി? എന്റെ അച്ഛാ, ആ മീനാക്ഷി ബുക്കിലെടുത്ത് 5 വീട്ടുകാർക്ക് ഈ ഷാഹിന് മുതലടിക്കാൻ കാര്യം അറിയാത്തോണ്ടാ. സത്യം. മനോഹരേട്ടാ, മതി, നിർത്തിക്കോ കേട്ടോ. ഇല്ല, ഞാൻ ആ സത്യം പറയും. മീനാക്ഷി ബുക്കിലെ പാലത്തിന്റെ ജംഗ്ഷൻ ബോക്സ് തകരാറിലാണ്. അപ്പൊ അത് മാറ്റി വെച്ചാ പോരെ? ആടെ സോഷ്യൽ എനിമീസ് ഉണ്ട്. എന്തെന്ന്? സോഷ്യൽ എനിമീസ്, സാമൂഹ്യ വിരുദ്ധര്. വൈകുന്നേരം ആകുമ്പം ഈ പാലത്തിനടിയിൽ കുറച്ചാൾ വെള്ളം കുടിക്കും. അപ്പൊ അവർക്കൊരു ഹോബി ഈ ജംഗ്ഷൻ ബോക്സ് എടുത്തിട്ട് തോട്ടിലിടല്. അപ്പൊ ഏടി TV കാണൂല. ഇതാണ് സംഭവം. ചുമ്മാ നിന്നങ്ങ് ഓരോ കാരണങ്ങൾ പറയുവാണേ. അച്ഛാ, ഈ പറയുന്നത് മൊത്തം നുണയാ. ആ മീനാക്ഷി ബുക്കിലെ ആൾക്കാരുടെ വായിലിരിക്കുന്ന ഇനി ഞാൻ കേൾക്കാനൊന്നും ബാക്കിയില്ല. അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ജംഗ്ഷൻ ബോക്സിൽ ഒരു കുഴപ്പമില്ല, ആരും എടുത്ത് വെള്ളത്തിൽ ഇടാറില്ല, അതൊക്കെ പറഞ്ഞ് എന്നെ നിർത്തി പൊരിച്ചു. ഇതിനൊക്കെ ആരാ കാരണം? ഈ നിൽക്കുന്ന മനോഹരനല്ലേ നമ്മുടെ ടെക്നീഷ്യൻ. ഒരു ടെക്നിക്കും ഇല്ലാത്തൊരു ടെക്നീഷ്യൻ വന്നിരിക്കുന്നു. അച്ഛാ, മര്യാദയ്ക്ക് പറഞ്ഞുവിടാൻ നോക്കിക്കോ. സമാധാനായല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അവിടെ അങ്ങനെ സാമൂഹ്യ വിരുദ്ധര് ജംഗ്ഷൻ ബോക്സ് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ ആര് പോവും? മനോഹരൻ പോണം. ഞാൻ പോവൂല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ സോഷ്യൽ എനിമീസ് അറിഞ്ഞാൽ അവര് വൈകുന്നേരം ജംഗ്ഷൻ ബോക്സ് തോട്ടിലിടുന്നുണ്ടല്ലോ, അതുപോലെ എന്നെ പറക്കെ തോട്ടിലിടും. പിന്നെ അവർക്ക് അതായിരിക്കും ഹോബി. എന്നെ കിട്ടൂലായിരുന്നു. അച്ഛാ, ഇത് അവള് പറഞ്ഞ പോലെ കള്ളത്തരം കേട്ടോ. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാ നമുക്ക് എന്തേ കള്ളത്തരം? അച്ഛാ, എന്താണ്? നിങ്ങളെ പൊന്നു പോലത്തെ മനോഹര ഒരു കാര്യം ചോദിച്ചോട്ടെ? AC ഇല്ലാത്ത ഈ നാടും ഈ കേബിൾ എല്ലാവർക്കും മടുത്തു. അമ്പിളി മുതലായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് തരാൻ പോലെ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്. അവൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ടിക്കറ്റ് എടുക്കാൻ കാച്ചില്ലാണ്ടിരിക്കുക. പിന്നെ ഇയാടെ കാര്യം നീ ആദ്യം പോയി ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ നോക്കണം മനോഹര. ആടിയും പോയി ഇടിയും പോയി. ഞാൻ എന്താക്കും?
ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ ബാക്കി എന്തലയും അപ്പാടം പൂത്ത കാലം. കുട്ടിലെപ്പോട്ടെ അമ്പിളിക്കുട്ടന്റെ വീടല്ലേ? ആരാ? ഞാൻ രാജൻ, ഓട്ടിക്ക രാജൻ. ആ. അമ്പിളിക്കുട്ടന്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാ. ദുബായിലോ? ഷൈന, ദാ അമ്പിളിന്റെ കൂടെ ദുബായിൽ ജോലിയുടെ ആള് വന്നിട്ടുണ്ട്. കേറി വരി. കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് സാധനം? അമ്പിളിക്കുട്ടൻ കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. ആണ്, ഞാൻ വരാ. ഞാൻ പിടിക്കണോ? വേണ്ട, ഞാൻ പിടിച്ചു. ഡിക്കിയുടെ സാധനം ഉണ്ടോ? ഡിക്കിൽ സാധനമാണ്, അത് വേറെ ആൾക്കാർക്കുള്ള. ആണ്, അത് ഈ അലുവയും വറുത്തകായൊക്കെ ആയിരിക്കും അല്ലേ? അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണത്. അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് ഈത്തപ്പഴം, ബദാം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടു. ആണല്ലേ? വരൂ. അമ്പിളിക്കവിടെ സുഖല്ലേ? സുഖമായിട്ടിരിക്കും. നല്ല സ്പ്രേഡം ആണുണ്ടെങ്കിൽ. ഷൈന, ആരോ വന്ന് നോക്കിയേ. വാ ഷൈന. ഈ എറണാകുളം പരിസരത്ത് തന്നെ ഒരുപാട് വീട്ടിൽ കയറാണ്. അവിടെ നിന്നൊക്കെ ഇതേപോലെ ഞാൻ ചായയും കൂടെ കുടിച്ചെന്റെ വയറ് പൊട്ടിപ്പോ. അത് മാത്രമല്ല ലീവും തീരും. അത് പിന്നെ ഗൾഫാരുടെ ഒരു വിധിയാണ്. അതിന്റെ സ്ഥലം എവിടാ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് വടകര. അപ്പൊ കോഴിക്കോട് നമ്മ വരണേ? അതെ. അച്ഛ ഒരുപാട് ദൂരമുണ്ട് കോഴിക്കോട് നിന്നിട്ട്. എനിക്കറിയാടാ, ഞാൻ അവിടെയൊക്കെ ഒരുപാട് നാടകം കളിച്ചിട്ടുള്ള. അച്ഛൻ നാടക നടനാ? അമ്പിളിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് നല്ല നടനാണെന്നൊക്കെ. അമ്പിളിക്കൊക്കെ സുഖാണോ? അമ്പിളിക്കുട്ടൻ അവിടെ പരമ സുഖമാണ്. എന്നാ ലീവ് കിട്ടുന്നതെന്ന് എന്തെങ്കിലും അറിയോ? ലീവ് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് ലീവിൽ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒന്നായിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിളിക്കുട്ടൻ ലീവ് കിട്ടും. അപ്പൊ അമ്പിളിക്കുട്ടൻ നാട്ടിൽ വരും. അതെ, അവരോടൊക്കെ പെട്ടെന്ന് ലീവ് ഞാൻ ചെല്ലാൻ പറയും. അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? ഈ അപ്പുണ്ണിയുടെ പറയണേ. പിന്നെ അമ്പിളിക്കുട്ടനെ കാണണ്ട നമുക്ക്. അവരൊക്കെ ഇതുപോലെ വീട്ടുകാരെ കാണാൻ വന്നേക്കല്ലേ? അതെ, ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോണോ കേട്ടോ. എനിക്ക് മനസ്സിലാവും. എന്നാ പിന്നെ അച്ഛൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അയ്യോ, അതെന്തൊരു പോക്കാ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അച്ഛൻ ഊണ് കഴിക്കാനൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കൊണ്ട് ഇറങ്ങാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഇതുപോലെ സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ. അതെ, എന്തെങ്കിലും കഴിക്കാണ്ട് പോയാലേ അമ്പിളി ഞങ്ങളെ വഴക്ക് പറയേ. അമ്പിളിക്കുട്ടൻ ഒന്നും പറയില്ല. കാരണം അമ്പിളിക്കുട്ടനെ പച്ച വെള്ളം പോലെ അറിയാം. ഞാൻ നിർബന്ധമാണ് ഇനി ഇറങ്ങട്ടല്ല അച്ഛാ. അല്ല, ഇപ്പൊ എന്താ ചെയ്യാനാടാ? ഇത് അമ്പിളിക്കുട്ടൻ ഇവിടെ തരാൻ ഏൽപ്പിച്ചതാ. പിന്നെ അമ്പിളിക്കുട്ടൻ ഷായനക്ക് സ്പെഷ്യൽ ആയിട്ട് സാധനം തന്നയച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുങ്കുമപ്പൂവായിരിക്കും അല്ലേ? ഈ കുങ്കുമപ്പൂവൊന്നുമല്ല. പിന്നെന്താ? ഇതിനകത്ത് ഒട്ടകവാൽ മോതിരം. ഒട്ടകവാൽ മോതിരോ? അതെ അച്ഛാ, നമ്മൾ ഈ നാട്ടിലെ ആനവാൽ മോതിരം എന്നൊക്കെ പറയില്ലേ, അവിടെ ഒട്ടകവാൽ മോതിര. ഇതവിടെ ഷെയ്ഖുമാരുടെ ഭാഗ്യ മോതിര എന്നാ പറയണ. അത് ശരി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി കേട്ടോ. ശരി. കഴിഞ്ഞോ? അമ്പോ, എന്തോരം സാധനങ്ങളാ. അമ്പിളിക്ക് ഫോൺ വിളിച്ചപ്പോഴേ ഇതൊന്നും കൊടുത്തുവിടുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അതെ, നമ്മളൊക്കെ സർപ്രൈസ് ആയിക്കോട്ടെ എഴുതിണ്ടോ. ഇത് ദുബായിലെ മുട്ടായില്ലേ? അച്ഛാ, നല്ല രസമായിരിക്കും. അച്ഛൻ 2 തിന്നോ, ഷുഗർ നോക്കണ്ട. കഴിക്കാവടാ. അതെ, 2 സുഷ്കാന്തിന് കൊടുക്കണോ? അന്ന് കൊടുക്കാറായിട്ടില്ല. ദുബായ് മുട്ടായി അലിഞ്ഞു. പുണ്ണിട്ടാ വേണ്ട. അതെന്താ? ഇത് ക്രീം. ക്രീം. അപ്പുണ്ണേട്ടാ, അമ്പിളിക്കയുടെ ഒരു കത്തുണ്ട്. കത്തുണ്ടോ? വായിക്ക്. പ്രിയപ്പെട്ട ഷാഹിനയ്ക്കും എല്ലാവർക്കും. ഫോൺ വിളിച്ചപ്പോ OTK രാജൻ വരുന്ന കാര്യവും
കുറച്ച് സാധനങ്ങൾ അയക്കുന്ന കാര്യവും പറയാതിരുന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാണ്. കണ്ട ഞാൻ പറഞ്ഞില്ലേ? അച്ഛന് നാടകം എഴുതാൻ ഒരു പേന. ദേ അച്ഛൻ പേന. അയ്യോ അച്ഛാ അടിപൊളി പേനട്ടോ. ആഹാ ഇത് അടിപൊളിയാണോടാ. അവനെ അച്ഛൻ ഈ പേന കൊണ്ടൊരു നാടകം എഴുതി തീർക്കും. പിന്നെന്താ? വാവയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ല. സുഷ്കാന്തിനെ അവന്റെ ഇളയച്ചൻ അവന് സമ്മാനമായി കുറച്ച് ഡ്രസ്സും ഒരു കളിപ്പാട്ടവും അയക്കുന്നുണ്ട്. അവനോട് പറയണം അവന്റെ ഇളയച്ചൻ അയച്ചതാണെന്ന്. ചേച്ചി ഇതായിരിക്കും ഡ്രസ്. നോക്കട്ടെ. ആ അതായിരിക്കും. പുരുഷപ്പെണ്ണടാ. അയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലോടാ ഇത്. നല്ല രസമുണ്ടല്ലേ? ദേ അച്ഛാ വള്ളിക്കുപ്പായം. അടിപൊളിയുണ്ട്. എവിടെ ടൈ ഒക്കെ ഉണ്ട്. ബാക്കി വായിക്കി. പിന്നെ കൊടുത്തു വിടാൻ ഒരു പരിധി ഉള്ളത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വഴക്കുണ്ടാക്കാതെ എല്ലാരും തുല്യമായി വീതിച്ചെടുത്തോണം. വഴക്കുണ്ടാക്കിയ ഷാഹിന അതൊക്കെ എടുത്ത് തോട്ടിലെങ്ങാനും എറിഞ്ഞോണം. ഷാഹിന നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം രാജന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്റെ സ്നേഹത്തോടെ അമ്പിളി. എന്റെ ഷാഹിനയ്ക്ക് 1000 മൂമ്മ. അതാർക്കും വേണ്ട, നീ തന്നെ എടുത്തോ. അവളെ അറിയാണ്ട് വായിച്ചോ. നീ ചമ്മി നിക്കണ്ട. അമ്പിളിയിടം കൊടുത്തുവിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് എടുക്കും. റെഡി. ചേച്ചി എങ്ങനെയുണ്ട്? അവനേട്ടാ രസണ്ട്. അച്ഛാ ആ കണ്ട് നല്ല മിനുക്കമുണ്ട്. നല്ല വില ഉണ്ടാവും അച്ഛാ. അതല്ലേ ആഹാ എല്ലാരും ഉണ്ടല്ലോ. അപ്പാ ഹായ്. ഗൾഫിലെ സാധനങ്ങള്. ചോക്ലേറ്റ് അമ്മിളിമ്മ വന്നോ? അയ്യോ അതെന്താ എന്നെ വിളിക്കാൻ കൊണ്ടുപോഞ്ഞത്? എനിക്ക് എയർപോർട്ട് കാണാൻ എന്ത് ആഗ്രഹമാണെന്നറിയോ? പോയപ്പോ പോലും എന്നെ കൊണ്ടുപോയില്ലേക്കാ. വന്നപ്പോ എന്നെ കൂടെ കൊണ്ടുപോകാൻ വയ്യായിരുന്നോ? എന്റെ ഉമ്മ ഒന്നും മിണ്ടാതിരിക്ക്. അമ്പിളിക്ക് വന്നിട്ടൊന്നുമില്ല. ഇതൊക്കെ അമ്പിളിക്കയുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ അമ്പിളിക്ക കൊടുത്തുവിട്ട സാധനങ്ങളാ. ആ അപ്പൊ ഉമ്മാടെ പങ്കിങ്ങേട്. അതെ സുൽത്താത്ത, ഇവിടെ ഇപ്പൊ അച്ഛനും വാവയ്ക്കും ഷായനയ്ക്കുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളോട് വീരിച്ചെടുക്കാനാ പറഞ്ഞേ. ഇനി അതിന്റെ പേരിൽ ലഹള കണക്കാണെങ്കിൽ എടുത്ത് തോട്ടിൽ എറിയാൻ പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മാടെ പങ്കെന്ന് പറഞ്ഞ് അമ്പിളി പോലെ എഴുതി തന്നിട്ടൊന്നും ഇല്ലേ? ആ കണ്ടോ എന്റെ ആങ്ങളെ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേ എനിക്ക് 4 പെട്ടി സാധനങ്ങൾ കൊടുത്തരും. ഈ ഒരു ആങ്ങളല്ലേ ഉള്ളൂ? ആ ഉള്ളു. ഗൾഫിൽ പോയിട്ടില്ലല്ലോ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. പിന്നെ എന്നെങ്കിലും അവൻ ഗൾഫിൽ പോവല്ലോ, അന്ന് എനിക്ക് 4 പെട്ടി സാധനം കൊടുത്തരും. അതെന്റെ ആഗ്രഹം അല്ലേടാ. ഞാൻ പോകും. അമ്പിളി കൊണ്ടുപോകും. മോളെ എന്റെ അറബി കുപ്പായം എടുത്തേ. ഞാൻ അമ്പിളിനോട് പറഞ്ഞു കുപ്പായം കൊടുത്തു വിടേ. എന്റെ മാമ കുറച്ച് സാധനങ്ങളെ കൊടുത്തു വിട്ടിട്ടുള്ളൂ. ജമാലേ ഒരാളുടെ കൊടുത്തുവിടുന്ന സാധനങ്ങളൊക്കെ ഒരു പരിധിയൊക്കെ ഇല്ലേ? കുപ്പായം ഇല്ല. കുപ്പായം നിനക്ക് ഉണ്ടാകട്ടെ. മോളെ ഷായിന മോക്കെന്താ കൊടുത്തു വിട്ടത്? വാപ്പാ ദാ നോക്ക്. ക്യൂടെക്സാ? ക്യൂടെക്സ് അല്ല, പിന്നെ ഇങ്ങോട്ട് നോക്ക്. ഒട്ടകവാൽ മോതിരം. എന്തോന്ന്? ഒട്ടകവാൽ മോതിരം. പടച്ചോനെ, ഒട്ടകവാൽ മോതിരോ? ആ അയ്യേ വല്ല ആനവാൽ മോതിരം വല്ല ആയിരുന്നെങ്കിൽ പേടിയെങ്കിലും കിട്ടായിരുന്നു. നീ ഒട്ടകവാൽ മോതിരം കൊടുത്തു വിട്ടിട്ട് എന്തെടുക്കാന്? എന്റെ സുര ഒന്ന് നിർത്തുന്നുണ്ടോ? മകളെ നോക്കട്ടെ. പടച്ചോനെ, ഒട്ടകവാൽ മോതിരം തന്നെ. ഷൈന നീ രക്ഷപ്പെട്ട്. ഇന്ന് മുതൽ നിനക്ക് ഭാഗ്യം കുമിഞ്ഞു കൂടും. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയേ ഉള്ളൂ. എന്റെ കുമാരി, ഒട്ടകവാൽ മോതിരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒട്ടകത്തിന്റെ വാല് കൊണ്ടുണ്ടാക്കുന്ന മോതിരം. സുലു അതല്ല. സുലു അങ്ങനെ വെറുതെ ഒരു വാലെടുത്ത് സ്വർണ്ണത്തിൽ കെട്ടിയിട്ടേക്കുന്ന അല്ല ഇത്. ഒട്ടകത്തിന്റെ വാല് ഒട്ടകം പോലും അറിയാണ്ടെടുത്ത് 101 അറബികൾ വട്ടമിട്ടിരുന്ന് 101 ദിവസം ഓതി ഇരുചവി അറിയാതെ മറുകണ്ണ് കാണാതെ പുറത്തിറക്കുന്നതാണിത്. ഒരു വർഷത്തിൽ 50 എണ്ണ ഇറക്കൂ. ലിമിറ്റഡ് എഡിഷനാ.
എന്റെ ബലരാമേട്ട ഇങ്ങോട്ടൊക്കെ ഞാനൊരു 10-25 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നല്ലോ. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തലകുത്തി നിന്നിട്ട് നടന്നിട്ടില്ല. ഒരു അറബിയുടെ പുറകെ പോയിട്ട് 3 കേസ് ഒട്ടകവാൽ മോതിരം മോട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേര് ദുബായിലുണ്ട്. അറിയാവോ, ഇത് കയ്യിലിരുന്നാണ്ടല്ലോ സമ്പന്നനാവും. സ്വത്തിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. ഭാഗ്യം നമ്മളറിയാതെ നമ്മളെ തേടിയെത്തും. അയ്യോ, പിന്നെ ചൈന ഇന്ന് മുതൽ നിനക്ക് വാച്ചടി കേച്ചാടി. ധൈര്യമായിട്ട് വന്നു. നമ്മളെ സ്വന്തം തറവാടാ, ആരും ഒന്നും പറയില്ല. ഇനി അഥവാ ആരെങ്കിലും പറയണമെങ്കിൽ ആര് പറയണം? ഞാൻ പറയണം. ഈ തറവാട്ടിൽ എനിക്കൊരു പവറാണ്. പവറല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ പിന്നെ വേറൊരു അപ്പിയില്ല. അത്രക്ക് കറക്റ്റാണ്. ഓനെടുപ്പ് വന്നു വരുമല്ലേ? ഇതെന്റെ തറവാടല്ലോ. ഷാഹിന് മുതലാളി, ഷാഹിന് മുതലാളി. അല്ല, മനോഹരേട്ടൻ ഇവിടുന്ന് പോയ ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ ജോലിയിൽ ജോയിൻ ചെയ്തോ, പോയിട്ട് പൈസ പിരിക്കാൻ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇതാണ് ഒരു കാര്യം പറയുന്നതിന് മുമ്പേ കടിച്ചു കീറി തിന്നാൻ വരില്ല. ഇതാരാണെന്നറിയോ? ആരാ? ഇതാണ് ചന്ദ്രൻ, മീനാക്ഷി മുക്കിലെ ചന്ദ്രൻ. അയ്യോ, മീനാക്ഷി മുക്കോ? അതെ, അവിടുത്തെ കേബിളിന്റെ പ്രശ്നമൊക്കെ ഞാൻ വന്നിട്ട് പരിഹരിച്ചോളാം. അതിനിങ്ങനെ വീട്ടിലേക്കൊന്നും കയറി വരണ്ട. അതല്ലെന്നേ, ഇന്ന് മീനാക്ഷി മുക്കില് ചേച്ചി വന്നപ്പോള് ജംഗ്ഷൻ ബോക്സിന്റെ ഇഷ്യൂല് കുറച്ച് ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ആ കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു. അതല്ലേ പറഞ്ഞ, അതൊക്കെ പുറത്ത് വെച്ച് തീർക്കാം. വീട്ടിൽ കയറി വരേണ്ട കാര്യമൊന്നുമില്ല അതിന്. അതല്ലെന്നേ, അതെ, ഈ മീനാക്ഷി മുക്കിന്റെ പാലത്തിനടിയിൽ കുറെ സോഷ്യൽ എനിമീസ് ഉണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞല്ലോ. എന്നാ അവരെല്ലാം പോലീസ് പൊക്കി. പോലീസ് പൊക്കുമ്പോന്ന് നമ്മൾ ഈ കേബിളിന്റെ കണക്ഷൻ കൊടുത്ത ടീമിനെല്ലാം മനസ്സിലായത് നമ്മൾ നന്നാക്കാത്തതല്ല പ്രശ്നം, ഇവരുണ്ടാക്കിയ പ്രശ്നം. തൊട്ടിച്ചാടിയ പിന്നെ നേരെയാവുക. ഷാഹിന താത്ത, ഇന്ന് നടന്ന സംഭവേ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാ. പിന്നെ ഞങ്ങൾ 5 വീട്ടുകാരെ കുടിശ്ശ പൈസ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ഞാൻ കൂടെ ഇറങ്ങിയേക്കട്ടെ? ആയിക്കോട്ടെ, പോട്ടെ. ശരി ശരി. ആ പൈസ കിട്ടിയല്ലോ. ഷാഹിന മുതലാളി, ഇപ്പം മനസ്സിലായോ മനോഹരനെ പറ്റിയിട്ട്? ടെക്നിക്ക് അറിയാവുന്ന ടെക്നീഷ്യൻ ആണെന്ന്. ഞാൻ വേറൊരു സത്യം കൂടി പറയട്ടെ. പോലീസ് സ്റ്റേഷനിലേക്ക് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആരാ വിളിച്ചു പറഞ്ഞത്? കുട്ടലപ്പാട്ടിൽ അമ്പിളി മുതലാളിയാണെന്ന വ്യാജേന ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലാവുകയും ചെയ്യില്ല. ആരുടെ ഫോണിൽ നിന്നാ വിളിച്ചത്? അതെന്റെ ഫോണിലാ. അപ്പൊ കറക്റ്റാ, ആർക്കും മനസ്സിലാവില്ല. എടി, ടെക്നിക്ക് അറിയാവുന്ന നല്ല ടെക്നീഷ്യൻ ആട്ടോ, കളയല്ലേ. എന്നാലേ മനോഹരേട്ടൻ പോയിട്ട് പൈസ പിരിക്കാൻ നോക്ക്. ശരി. ഓ, പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നല്ലോ. അതെ. എടി, നിന്റെ ഒട്ടകത്തിന്റെ വാലുള്ള മോതിരം പണി തുടങ്ങിയോ? അങ്ങനെ ആയിരിക്കോ ചേച്ചി? ആരാ വന്നേ? അച്ഛാ, അതെ, ഇവള് രാവിലെ ചെന്നപ്പോ മീനാക്ഷി മുക്കിലുള്ള ആൾക്കാര് വഴക്കുണ്ടാക്കിന്ന് പറഞ്ഞില്ലേ? മറ്റേ കേബിൾ TV ശരിയാണില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി മോളെ, പറ. അപ്പൊ മനോഹരൻ പറഞ്ഞില്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് സാമൂഹ്യ വിരുദ്ധരുണ്ട്, അവരാണ് ജംഗ്ഷൻ ബോക്സ് കേടാക്കണേന്ന്. അവന്മാരെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി ഇവളുടെ കുഴപ്പം കൊണ്ടല്ലാന്ന്. അങ്ങനെ പൈസയൊക്കെ കൊണ്ടു കൊടുത്തു. കിട്ടിയോ? സന്തോഷമായല്ലോ. അപ്പൊ പറയായിരുന്നു വെച്ചാ ഇവള് ഈ ഒട്ടകത്തിന്റെ വാലുള്ള മോതിരം ഇട്ടല്ലോ, അതിന്റെ ഐശ്വര്യം കൊണ്ടാന്ന്. മോളെ ഷാഹിനി, ഈ അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ട കേട്ടോ മക്കളെ. അവരെ പോലീസുകാർ പിടിച്ചോണ്ട് പോയപ്പോഴേ നാട്ടുകാർക്ക് മനസ്സിലായി നീ തെറ്റുകാരിയല്ലെന്ന്. അതുകൊണ്ട് അവര് കാശ് കൊണ്ട് തന്നത് കേട്ടോ. അല്ലാതെ ആനയുടെ ഒട്ടകത്തിന്റെ ശക്തി കൊണ്ടൊന്നും അല്ല മോളെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ, ഇവളോ? അല്ല, അത് മനസ്സിലായി. ചേച്ചി, ഇനി അച്ഛൻ പറഞ്ഞ പോലെ ഇത് അന്ധവിശ്വാസമായിരിക്കോ? എനിക്കറിയില്ല.
എനിക്കെന്തായാലും വിശ്വാസ. കൊട്ടിലപ്പാട്ടെ അടുത്ത പ്രശ്നം എന്തായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഒട്ടകവാൽ മോതിരത്തെപ്പറ്റി തന്നെയായിരിക്കും. മോതിരത്തിന് ശക്തിയുണ്ടോ ഇല്ലയോ എന്ന തർക്കം ഒരു ഭാഗത്തും, അമ്പിളിയും അനന്തനും കുടുംബവും തിരികെ വരുമോ ഇല്ലയോ എന്ന ചർച്ച മറുഭാഗത്തും, സീത തിരികെ വന്നാലും വന്നില്ലെങ്കിലും എന്ത് എന്ന ചിന്ത ബലരാമന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കെ തന്നെ തൽക്കാലത്തേക്ക് കൊട്ടിലപ്പാട്ടെ പടിപ്പുര ഒന്നടയ്ക്കുകയാണ്. കൂടുതൽ കഥകളിലേക്കും പ്രശ്നങ്ങളിലേക്കും തമാശകളിലേക്കും രസങ്ങളിലേക്കും തള്ളി തുറക്കാൻ വേണ്ടി.